അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. വെബ് ഡിസൈനിങ് യൂസിങ് HTML. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്ററിലൂടെ എടുക്കുന്നത്. ഓക്കെ, അതിലെ ലിസ്റ്റ്സ് ഇൻ HTML. ലിസ്റ്റുകൾ ഏതൊക്കെയാണ് ലിസ്റ്റുകൾ എന്ന് നോക്കാം. ഓക്കെ, ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകൾ ഇതിൽ യൂസ് ചെയ്യേണ്ടതാണ്. പലപ്പോഴും കാണാം HTML നമ്പേർഡ് ലിസ്റ്റുകൾ ഉണ്ടാവും, ബുള്ളറ്റഡ് ലിസ്റ്റുകൾ ഉണ്ടാവും, അങ്ങനെ കാണാം. അപ്പോൾ ആ ലിസ്റ്റ് മസ്റ്റ് കണ്ടെയ്ൻ വൺ ഓർ മോർ ലിസ്റ്റ് എലമെൻറ്റ്സ്. എല്ലാ ലിസ്റ്റിലും ഒന്നോ അതിലധികമോ ലിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും. 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് HTML-ലുള്ളത്: അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അതിലെ ആദ്യത്തെ നമുക്ക് നോക്കാം, അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റഡ് ലിസ്റ്റ് ഡിസ്പ്ലേ എ ബുള്ളറ്റ് ഓർ അതർ ഗ്രാഫിക് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അൺഓർഡേർഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്നാ പറയുക. ഡിസ്പ്ലേ എ ബുള്ളറ്റ്, ഒരു ബുള്ളറ്റ് സിമ്പിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിക് ലിസ്റ്റ്, അതായത് ഗ്രാഫിക് ആയിട്ടുള്ള സിമ്പിളുകൾ ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും മുന്നിലുണ്ടാവും. അപ്പോൾ അതിന് അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ടാഗ് പെയറാണ് UL, അൺഓർഡേർഡ് ലിസ്റ്റ്. അതിൻ്റെ ഷോർട്ടായിട്ട് UL ആൻഡ് /UL. Each item in the list is presented by using the tag pair LI and /LI. അതിനുള്ളിലെ ഓരോ ഐറ്റം കൊടുക്കുന്നതിന് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടാഗ് പെയറാണ് LI ടാഗ്, LI/LI. Unordered lists are used when a set of items can be placed in any order. ഒരു വ്യക്തമായ ഓർഡറൊന്നും ഇല്ലാതെ നമുക്ക് കുറേ ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാനാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഈ എക്സാമ്പിളിൽ ഈ 5.1-ലെ ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ കണ്ടോ, ഇതാണ് ബുള്ളറ്റഡ്. അത് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ, അൺഓർഡേർഡ് ലിസ്റ്റ്. ഇതൊന്ന് നോക്കുക, ഇതേപോലെ ഒരു പ്രത്യേക ഓർഡറൊന്നുമില്ല. മറ്റത് 1, 2, 3 അല്ലെങ്കിൽ ABCD അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് ഓർഡേർഡ് ലിസ്റ്റ് വരിക. അത് അടുത്ത സെക്ഷനിൽ പറയുന്നു. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് എല്ലാം ഇതേപോലെ HTML ഹെഡ്, ടൈറ്റിൽ, അൺഓർഡേർഡ് ലിസ്റ്റ്, ആ ടൈറ്റിൽ കൊടുക്കുന്നു. ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്തു. ബോഡി തുടങ്ങി BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, എന്തെങ്കിലും ഒരു കളർ കൊടുക്കുന്നു. ദെൻ സെൻറ്റർ H2 ആയിട്ട് അല്ലേ, സെൻറ്റേർഡ് ആയിട്ട് H2 എന്ന് പറയുമ്പോൾ അല്ലേ ഹെഡിങ് ടാഗാണ്. അതിൻ്റെ ആ ഒരു പ്രത്യേക ക്രമത്തിൽ ഇതിൽ ലിസ്റ്റ് പ്രകാരം നമുക്ക് ഈ പേര് കുറച്ചും കൂടി കട്ടിയായിട്ട് വരാൻ H2 അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ H2 ക്ലോസ് ചെയ്തു, സെൻറ്റർ ക്ലോസ് ചെയ്തു. കണ്ടോ, വൈൽ ബൈയിങ്, ഇവിടെ വൈൽ ബൈയിങ് എ കമ്പ്യൂട്ടർ വി ഹാവ് ടു കൺസിഡർ മെനി ഐറ്റംസ്. ഹിയർ ആർ സം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ടു കൺസിഡർ. ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ്. ഓക്കെ, കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മൾ തുടങ്ങുകയാണ് UL. അൺഓർഡേർഡ് ലിസ്റ്റ് പ്രകാരം ആദ്യം നമ്മൾ പറഞ്ഞു ടാഗ് തുടങ്ങുന്നത് UL അൺഓർഡേർഡ് ലിസ്റ്റ്. ദെൻ അതിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചുള്ള LI ടാഗിലാണ് എല്ലാം കൊടുക്കുന്നത്. LI RAM /LI, LI ഹാർഡ് ഡിസ്ക് /LI, ദെൻ LI മദർ ബോർഡ് /LI ക്ലോസ് ചെയ്തു, LI പ്രോസസ്സർ /LI ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് ഇവിടെ നോക്കുക ഇനി, /UL അൺഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഈ ബുള്ളറ്റഡ് സിമ്പിൾസിൽ നമുക്ക് ഈ കണ്ടൻറ്റുകൾ റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ എന്നിവ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. We can customize unordered list by setting type attribute to 3 different values. അപ്പോൾ ഇതിലും ആട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിനെ ഒന്നുകൂടി കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനെയാണ്? ടൈപ്പ് ആട്രിബ്യൂട്ട് വെച്ചിട്ട്.
അതിന് 3 വാല്യൂസ് ആണുള്ളത്. ഡിസ്ക് അതാണ് ഡിഫോൾട്ട് വാല്യൂ. ദെൻ സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്ക് ആണ്. ഓക്കെ, സ്ക്വയർ വരും, സർക്കിൾ വരും. വിച്ച് സെറ്റ് ദ ടൈപ്പ് ഓഫ് ബുള്ളറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ബിഫോർ ഈച്ച് ലിസ്റ്റ് ഐറ്റം. അപ്പോൾ അത് ഏതാ വേണ്ട വെച്ചാൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ടൈപ്പ് വെച്ചിട്ട് നമുക്ക് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാ UL അതെങ്ങനെയാണെന്നുള്ളത് ആ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ. ദെൻ LI റാം, ബാക്കിയെല്ലാം അതേപോലെ. ഇവിടെ കൊടുക്കേണ്ടത് UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്താൽ സ്ക്വയർ ടൈപ്പിൽ ഇതുപോലെ വരും. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി അതിൽ നേരത്തെ കണ്ടു, ഒരു ആട്രിബ്യൂട്ട് വാല്യൂ ഏതായിരുന്നു? UL ടൈപ്പ് ഈക്വൽ ടു എന്തായിരുന്നു? സർക്കിൾ അല്ലേ? നേരത്തെ നമ്മൾ ഡിസ്ക് വന്നു, സ്ക്വയർ ഇവിടെ കൊടുത്തപ്പോൾ സ്ക്വയർ വന്നു. എന്താ ഇനി സർക്കിളും കൂടി കൊടുക്കണ്ടേ? സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വട്ടം വരും. അതാണ് വരിക. ഓക്കെ, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഓർഡേർഡ് ലിസ്റ്റിലേക്ക് പോകാം. ഓർഡേർഡ് ലിസ്റ്റ് പ്രസൻറ്റ് ഐറ്റംസ് ഇൻ സം ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓർഡേർഡ് ഐറ്റം ആകുമ്പോൾ എന്താണ്? ഓർഡറിൽ അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ന്യൂമറിക്കൽ. ഇതുണ്ടോ, ഇതാ ഇവിടെ ശ്രദ്ധിച്ചറിയാം. ഓക്കെ, 1 2 3 4 കണ്ടോ, 1 2 3 4 അതായത് രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്, അങ്ങനെ 1 2 3 4 എന്നുള്ള ഓർഡറിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ കണ്ടോ, ഇത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ടാഗാണ് HTML provides the tag pair OL/OL to create an ordered list. അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ഇതേപോലെ the items in the ordered list are presented by LI tag in OL element. അപ്പോൾ അതിനകത്ത് OL-ൻ്റെ LI ടാഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ the ordered list is also called numbered list. ഓർഡേർഡ് ലിസ്റ്റിനെ നമ്പേർഡ് ലിസ്റ്റ് എന്ന് കൂടി പറയുന്നു. Ordered list or numbered list are used to display a list of items that need to be placed in a specific order. ഒരു പ്രത്യേക ഓർഡറിൽ വരുവാൻ വേണ്ടിയിട്ടാണ് അത് ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതിലെ ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കും. ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ബോഡി BG കളർ കൊടുത്തു, H2 അലൈൻ, സെൻറ്റർ, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു. ദെൻ ബാക്കി അതിൻ്റെ കണ്ടൻറ്റ് അതിന് താഴെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. OL ഓർഡേർഡ് ലിസ്റ്റിലെ LI രജിസ്റ്റേഴ്സ്, LI ക്യാഷ്, LI റാം, LI ഹാർഡ് ഡിസ്ക്. കണ്ടോ, ഇവിടെ അത് OL എന്ന് കൊടുത്തു. ഓർഡേർഡ് ലിസ്റ്റ് പ്രകാരം ആ ഓർഡറിലങ്ങ് വന്നു. ഓക്കെ, then there are other numbering styles for presenting the list items. Wherein ഈ numbering styles ഉണ്ട് 1 2 3 4 അല്ലാതെ. You can customize the numbering system used in ordered list by using the type attribute. നമുക്ക് ടൈപ്പ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് തന്നെ ഇതിനെ വേണ്ട രീതിയിൽ വീണ്ടും കൊടുക്കാം. ഡിഫാൾട്ട് നമ്പറിംഗ് സ്കീമാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട 1 2 3. ഇനി അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. ലോവർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, സ്മാൾ a, b, c അങ്ങനെ. ലാർജ് റോമൻ ന്യൂമറൽസ് ഉണ്ട് അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. സ്മാൾ റോമൻ ന്യൂമറൽസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അങ്ങനെ ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വരും. By default starts with the first number in the series used in the list. ഡിഫാൾട്ടായിട്ട് ആദ്യം മുതൽ നമ്പർ വെച്ചിട്ട് 1 2 3 നേരത്തെ കണ്ടില്ലേ, അതുപോലെയാണ് വരിക. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിങ് നമ്പർ വിൽ ബി എനി 1 ഫ്രം അത് 1 2 3 അല്ലെങ്കിൽ A B C അത് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് വരിക. ഇനി ഇതല്ലാതെ ചില കേസസിൽ നമുക്ക് ചിലപ്പോൾ ഈ നമ്പറിംഗ് സിസ്റ്റം ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് എനി അതർ നമ്പർ ഇൻ ദ സീരീസ് ദെൻ സ്റ്റാർട്ട് ദ ആട്രിബ്യൂട്ട്, അങ്ങനെ കേസ് വരാം. ചിലപ്പോൾ 5 മുതലേ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സ്റ്റാർട്ട് OL ടാഗ് എനേബിൾസ് us ടു ചേഞ്ച് ദ ബിഗിനിങ് വാല്യൂ. അങ്ങനെ ബിഗിനിങ് വാല്യൂ ചേഞ്ച് ചെയ്യാമെന്നാണ്. 1 പകരം 5 ആയിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ടു സ്റ്റാർട്ട് നമ്പറിംഗ് എ ലിസ്റ്റ് അറ്റ് 5 ഫോർ എക്സാമ്പിൾ വി മേ റൈറ്റ് OL സ്റ്റാർട്ട് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനകത്ത് 5. അപ്പോൾ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദസ് ദ നമ്പറിംഗ് സ്റ്റാർട്ട്സ് ഫ്രം 5 ആൻഡ് ദെൻ പ്രൊസീഡ്സ് വിത്ത് 6 7 8 ആൻഡ് സോ ഓൺ. പിന്നെ 5 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകും. ദ സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് സെറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഓഫ് ദ ഐറ്റം ആൻഡ് ദ ടൈപ്പ് ആട്രിബ്യൂട്ട് സെറ്റ്സ് ദ നമ്പറിംഗ് സ്റ്റൈൽ. സ്റ്റാർട്ട് ആട്രിബ്യൂട്ട് എന്താ? സ്റ്റാർട്ടിംഗ് വാല്യൂ ഓഫ് ദ ഐറ്റം ആണ്. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ത് ചെയ്യുന്നു? നമ്പറിംഗ് സ്റ്റൈലാണ്. നമ്പറിംഗ് സ്റ്റൈൽ ഏത് വേണമെന്നല്ല. The following order list starts numbering from
5th and continues 6th 7th and so on. The output of this code. ഇത് അടുത്ത് നോക്കി നോക്കൂ. ഓയിൽ ടൈപ്പ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ടൈപ്പ് വരേണ്ടത്. സ്റ്റാർട്ട് ഈക്വൽ ടു 5. അപ്പോൾ റോമൻ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള റോമൻ ഐ വെച്ചിട്ട് അഞ്ചാമത്തത് വെച്ചിട്ട് തുടങ്ങാമെന്നാണ്. അഞ്ചാമത്തെ 5th കണ്ടോ. പിന്നെ എൽ ഐ ഒക്കെ അത് അതേപടി കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ വി മീൻസ് 5th 6th 7th 8th. അപ്പോൾ എത്ര എണ്ണമുള്ള വെച്ചാൽ അതുപോലെ 5 മുതൽ 5th മുതൽ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, then അടുത്തത് ഇനി ഡെഫിനിഷൻ ലിസ്റ്റാണ്. എ ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ. ഡെഫിനിഷൻസ് അതായത് ടേംസുകളും ഡെഫിനിഷൻസുകളും ഉപയോഗിക്കുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ടെക്സ്റ്റ് ഈസ് ടിപ്പിക്കലി ഇൻറ്റൻഡഡ് വിത്ത് റെസ്പെക്ട് ടു ദ ടേം. നോ ബുള്ളറ്റ് സിമ്പിൾ ഓർ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ദിസ് ലിസ്റ്റ് ഓഫ് ഐറ്റം. ബുള്ളറ്റ് സിമ്പിളോ നമ്പറുകളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടാഗ് പെയർ DL, ഇവിടെ DL ആണ് ഉപയോഗിക്കുക, /DL, ഡെഫിനിഷൻ ലിസ്റ്റ്. ഈച്ച് ടേം ഇൻ ദ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് DT, ഡെഫിനിഷൻ ടേം, അതിന് ഷോർട്ടായിട്ട് DT tag, and the DD tag supplies the definition of the term. Okay, DD tag definition of the term. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കൂ. ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ് ദെൻ ബോഡി ബിജി കളർ കൊടുത്തു, ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിനൊക്കെ കൊടുക്കുന്നു. H2 അലൈൻ സെൻറ്റർ, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് കൊടുത്തു, /H2. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഡെഫിനിഷൻ ലിസ്റ്റ് പ്രകാരമുള്ളത് ഇതാ കണ്ടോ. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വരുന്നു. അതിന് ശേഷം വരേണ്ടത് ഇതാ. പിന്നെ സ്പാം DL എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡെഫിനിഷൻ ടേം എന്താ? സ്പാം എന്നാണ്. DD അതായത് ഡെഫിനിഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, സ്പാമിൻ്റെ ഡെഫിനിഷനാണ് അവിടെ വരേണ്ടത്. കണ്ടോ, സ്പാമിൻ്റെ ഡെഫിനിഷൻ ഇവിടെ. താഴെ ഫിഷിംഗ് അല്ലേ, DT, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ DL ക്ലോസ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.